ഞാൻ എൻ്റെ ജീവിതത്തിൽ റോൾ മോഡലായി കാണുന്നത് പ്രൊഫറ്റ് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെയാണ്. അവിടുന്ന് ഒരു പ്രവാചകൻ എന്നതിനപ്പുറം ഒരു നല്ല കച്ചവടക്കാരൻ കൂടിയായിരുന്നു. നിങ്ങളുടെ ബിസിനസ് പണം സമ്പാദിക്കാനുള്ള ഒരു മാർഗം മാത്രമല്ല, നിങ്ങളുടെ ചുറ്റുപാടിനെ സ്വാധീനിക്കാനുള്ള, ഇൻഫ്ലുവൻസ് ചെയ്യുവാനുള്ള ഒരു വേദി കൂടിയാണ്. ഒരു ബിസിനസ്സുകാരൻ അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിലൂടെ തൻ്റെ ജീവിതത്തെ തന്നെയാണ് ആവിഷ്കരിക്കുന്നത്. ഒരു കവി തൻ്റെ കവിതയിലൂടെ എന്താണോ രചിക്കുന്നത് എന്നതുപോലെ ഒരു കലാകാരൻ തൻ്റെ ശില്പത്തിൻ്റെ രൂപഭംഗിക്കപ്പുറം അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ ചിന്തയെ എങ്ങനെയൊക്കെയാണോ കൊണ്ടുവരുന്നത് എന്നതുപോലെ ഓരോ ബിസിനസ്സുകാരനും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം കാത്തു സൂക്ഷിക്കുന്ന മൂല്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ എത്തിക്സ്, അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ, ഇതൊക്കെ കൂടിയാണ് ഒരു ബിസിനസ്, അദ്ദേഹത്തിൻ്റെ സംരംഭങ്ങളൊക്കെ വളർന്നു വരുന്നത്. നമ്മളൊരു സിനിമ കാണുമ്പോൾ ഒരു സിനിമ സംവിധായകൻ്റെ രാഷ്ട്രീയം, അദ്ദേഹത്തിൻ്റെ വാല്യൂസ്, ഇതൊക്കെ അദ്ദേഹം പറയാതെ ആ സിനിമയിലൂടെ പറയുന്നുണ്ട്. ഒരു എഴുത്തുകാരൻ തൻ്റെ തൂലികയിലൂടെ തൻ്റെ ഉള്ളിലുള്ള ഓരോ കാഴ്ചപ്പാടുകളെയും, തൻ്റെ ഉള്ളിലുള്ള ഓരോ ചിന്തകളെയും, തൻ്റെ ഉള്ളിൽ താൻ സൂക്ഷിക്കുന്ന ഓരോ വാല്യൂസിനെയും ജനങ്ങളുടെ മുന്നിലേക്ക് പങ്കുവെക്കുന്നുണ്ട്. നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ റിസപ്ഷൻ മുതൽ നിങ്ങളുടെ സ്റ്റാഫ്, നിങ്ങളുടെ അറ്റ്മോസ്ഫിയർ, നിങ്ങളുടെ സ്ഥാപനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ കസ്റ്റമേഴ്സ് അടക്കമുള്ള ഓരോ കാര്യത്തിലും അറിയാൻ സാധിക്കും നിങ്ങൾ എന്തൊക്കെ വാല്യൂസാണ് കാത്തു സൂക്ഷിക്കുന്നത് എന്ന്. നിങ്ങളുടെ സ്ഥാപനത്തിൽ നിങ്ങൾ എന്താണ് എന്ന് തിരിച്ചറിയാൻ കഴിയും നിങ്ങളുടെ എംപ്ലോയീസിനെ കണ്ടാൽ. 100 വർഷത്തിലേറെ പഴക്കമുള്ള ഇന്ത്യയുടെ ജനങ്ങളുടെ കൂടെ സഞ്ചരിച്ചൊരു കമ്പനിയാണ് ടാറ്റ. പിന്നീട് രത്തൻ ടാറ്റ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ വാല്യൂസും അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളും അദ്ദേഹമായി മാറി ടാറ്റ എന്നൊരു കമ്പനി. നമ്മളൊരുപാട് ചർച്ച ചെയ്തതും ഒരുപാട് കേട്ടതുമായ സംഭവങ്ങളാണ്. കമ്പനിയുടെ ലാഭത്തിൻ്റെ വലിയൊരു വിഹിതം രാജ്യത്തുള്ള വിദ്യാഭ്യാസത്തിന് വേണ്ടി, ഗ്രാമവികസനത്തിന് വേണ്ടി, സാമൂഹ്യക്ഷേമത്തിന് വേണ്ടി അങ്ങനെ മാറ്റിവെച്ചൊരു കമ്പനിയാണ് സത്യത്തിൽ ടാറ്റ എന്ന കമ്പനി. 2G സ്പെക്ട്രം ഇന്ത്യയിൽ വലിയൊരു വിഷയമായി മാറിയപ്പോൾ, രാഷ്ട്രീയത്തിലെ വമ്പൻ സ്രാവുകൾ അതിൽ കുടുങ്ങിയപ്പോൾ, വലിയ വലിയ ബിസിനസ്സുകാരൊക്കെ അതിലകപ്പെട്ടപ്പോൾ ടാറ്റ വ്യത്യസ്തമായത് എങ്ങനെയാണെന്ന് നമുക്കറിയാം. ടാറ്റ ടീ ആസാമിൽ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള പ്രതിസന്ധിയിൽപ്പെട്ടപ്പോൾ ആ സമയത്ത് പോലും ₹1 കൈക്കൂലി കൊടുക്കാതെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന ടാറ്റ ഗ്രൂപ്പിൻ്റെ മേധാവിയുടെ തീരുമാനവും നിലപാടും അത് തന്നെയാണ് ടാറ്റ എന്ന കമ്പനിയെ നിലനിർത്തുന്നത്. രത്തൻ ടാറ്റ എന്ന മനുഷ്യൻ തൻ്റെ ക്യാൻവാസിലൂടെ വരച്ചിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ മൂല്യങ്ങളും അദ്ദേഹത്തിൻ്റെ വാല്യൂസുമാണ് ടാറ്റ എന്ന കമ്പനിയെ ഇന്ന് ലോകത്തിന് മുന്നിൽ കാണിച്ചു തരുന്നത്. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ കമ്പനികളിലൊന്നായ വിപ്രോയിലൂടെ അസീം പ്രേംജി രൂപകൽപ്പന ചെയ്തതും ഇതുപോലെയൊക്കെ തന്നെയാണ്. സാമൂഹിക ഉത്തരവാദിത്വത്തിൻ്റെ, കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റിൻ്റെ, എത്തിക്കൽ ഗവേണൻസിൻ്റെ ഒരു ചട്ടക്കൂടിലാണ് വിപ്രോ എന്ന സ്ഥാപനത്തെ അദ്ദേഹം സ്ഥാപിച്ചിട്ടുള്ളത്. 1000ഓളം NGOകൾ മുഖേന ഇന്ത്യയിലുള്ള ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവിതത്തിൽ അവരുടെ കണ്ണീരൊപ്പാൻ, അവരുടെ ജീവിതത്തിൻ്റെ ഒരു മെഴുകുതിരിയായി, ഒരു വെളിച്ചമായി മാറാൻ വിപ്രോയിലൂടെ അദ്ദേഹം ശ്രമങ്ങൾ നടത്തി. നമ്മുടെ രാജ്യത്ത് ഇന്ന് ജീവിക്കുന്നവരിൽ വെച്ച് ഏറ്റവും വലിയ ഒരു ഫിലാന്ത്രോപ്പിസ്റ്റാണ് യഥാർത്ഥത്തിൽ അസീം പ്രേംജി. ഇങ്ങനെ നിരവധി വ്യവസായികൾ നമുക്ക് കാണാൻ സാധിക്കും. മലയാളത്തിലേക്ക് വന്നാൽ പ്രിയപ്പെട്ട MA യൂസുഫ് അലി അടക്കമുള്ള ആളുകൾ അവരുടെ ഒരു ഭാഗത്ത് പണം ഉണ്ടാക്കുക, വലിയൊരു വ്യവസായം കെട്ടിപ്പടുക്കുക എന്നതിനപ്പുറം അവർ കാത്തു സൂക്ഷിക്കുന്ന മൂല്യങ്ങൾ, അവർ കൊണ്ടുവരുന്ന അവരുടെ ജീവിതത്തിലെ, അവരുടെ ബിസിനസ്സിലെ എത്തിക്സ്, അവരുടെ ടീമിൻ്റെ ഇടയിൽ അവർ നൽകുന്ന മൂല്യങ്ങൾ, ഇതൊക്കെ കൂടിയാണ് സത്യത്തിൽ ഓരോ വ്യവസായിയെയും അവരുടെ ജീവിതത്തെയും നമ്മുടെ മുന്നിൽ രൂപകൽപ്പന ചെയ്യുന്നത്. ഒരു ബിസിനസ്സുകാരനാകുക എന്നുള്ളത് ദൈവം നൽകുന്ന വലിയൊരു സമ്മാനമാണ്. ഒരു ബിസിനസ്സുകാരന് തൻ്റെ ചുറ്റുപാടുകളെ കാണാൻ സാധിച്ചാൽ ചിലപ്പോൾ ഒരു ഗ്രാമം, ഒരു പട്ടണം, അത് അങ്ങേയറ്റത്ത് തൻ്റെ രാജ്യത്തുള്ള പാവങ്ങളിലേക്കും അവരുടെ കണ്ണീരൊപ്പാനും ഒക്കെ സാധിക്കുന്ന ഒരു സംരംഭമാക്കി മാറ്റാൻ സാധിക്കും. ഒരു ബിസിനസ്സുകാരന് കഴിയുന്നത് പോലെ ലോകത്തൊരു എംപ്ലോയിക്കും മറ്റൊരു മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും നാട്ടിൻ്റെ സാമൂഹിക വികസനത്തിനോ സാമൂഹ്യക്ഷേമത്തിനോ സാധിക്കണമെന്നില്ല. അവർക്ക് കണ്ണീരൊപ്പാൻ സാധിക്കുന്നത് പോലെ, അവർക്ക് കൈപിടിച്ചുയർത്താൻ കഴിയുന്നത് പോലെ, അവർക്ക് വികസനത്തിൽ പങ്കാളിയാകാൻ കഴിയുന്നത് പോലെ മറ്റുള്ള ഒരാൾക്കും കഴിയണമെന്നില്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ റോൾ മോഡലായി കാണുന്നത് പ്രൊഫറ്റ് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെയാണ്. അവിടുന്ന് ഒരു പ്രവാചകൻ എന്നതിനപ്പുറം ഒരു നല്ല കച്ചവടക്കാരൻ കൂടിയായിരുന്നു. പ്രവാചകത്വം ലഭിക്കുന്നതിന് മുൻപും പ്രവാചകത്വം ലഭിച്ചതിന് ശേഷവും
ഏറ്റവും നല്ല കച്ചവടക്കാരനായി ജീവിച്ചു എന്നതാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരാളുടെ ചിന്തയിൽ എപ്പോഴോ സംഭവിച്ച് അത് കാലങ്ങൾ കൊണ്ട് ഉണ്ടായി വരുന്നതാണ് ചിലപ്പോൾ ബിസിനസ് എന്ന് പറയുന്നത്. അതിലൊരുപാട് പ്രതിസന്ധികളുണ്ടാകും, ഒരുപാട് പ്രയാസങ്ങളുണ്ടാകും. അതിനെയൊക്കെ തട്ടി നീക്കി നമ്മളത് വളർത്തിക്കൊണ്ടുവരുമ്പോൾ അത് ഒരുപാട് ആളുകളുടെ ജീവിതത്തിൽ വിളക്കായി മാറും. പല ആൾക്കാർക്കും തൊഴിലിനുള്ള അവസരങ്ങളായി മാറും. പല ആളുകളുടെയും ജീവിതത്തിൻ്റെ കണ്ണീരൊപ്പുന്ന നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ സുഹൃതമാക്കി മാറ്റാൻ ഈ ബിസിനസ് കൊണ്ട് സാധിക്കും. അതുകൊണ്ട് ഒരു സംരംഭകൻ തങ്ങളുടെ ജീവിതത്തെ അടയാളപ്പെടുത്തുന്ന ഒരു ആവിഷ്കാരമാക്കി തൻ്റെ സംരംഭത്തെ മാറ്റുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്.